ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും ഏറെ ആവേശം നൽകുന്ന ഓർമ്മകളാണ്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം വിപുല പരിപാടികളോടുകൂടി സംസ്ഥാന വ്യാപകമായി നാളെ നടത്തുന്നു. KPCCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടി പുതുപ്പള്ളിയിലായിരുന്നു. ഇപ്രാവശ്യം അത് തിരുവനന്തപുരത്താണ്. പുതുപ്പള്ളിയിലും വിവിധ പരിപാടികളുണ്ട്. ഇവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വരുന്നുണ്ട്. രാവിലെ KPCC ആസ്ഥാനത്ത് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും രാവിലെ KPCC സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികൾ തലത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം വിവിധ പരിപാടികളോടുകൂടി കേരളത്തിൽ സമുചിതമായിട്ട് നാളെയും ഇന്നുമായിട്ട് നടത്തപ്പെടുന്നു. ഞാനിപ്പം ഇന്നിവിടെ വന്നു. നാളെ തിരുവനന്തപുരത്താണ്. ഇന്ന് പോകുന്ന വഴിക്ക് മറ്റു സ്ഥലങ്ങളിലും പരിപാടികളിൽ പങ്കെടുത്തിട്ടാണ് പോകുന്നത്. നിർദ്ദിഷ്ട ആണവ നിലയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രസ്താവന UDF അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സ്വാഗതം ചെയ്യുന്നു. അടിച്ചേൽപ്പിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഞാൻ ജനങ്ങളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും സംസാരിക്കാവുന്നതാണ്. അതിൽ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാം. വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയ തലത്തിലുണ്ട്. കേരളം കൂടുതലായിട്ട് വൈദ്യുതി ജനസംഖ്യാനുപാതികമായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നു. ഇപ്രാവശ്യം അത് 4700 മുതൽ 4800 വരെയായിട്ട് ഈ 2026 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1100 മെഗാവാട്ടിന്റെ വർധനവുണ്ടായി. കേരളം ഇതുവരെയും നമ്മുടെ ആവശ്യത്തിന്റെ 17% മാത്രമേ ഉത്പാദിപ്പിക്കുന്നു. ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും സോളാറായിട്ടും വിൻഡായിട്ടും നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കേവലം നമ്മുടെ ആവശ്യത്തിന്റെ 17% മാത്രമാണ്. ഞാനത് അസംബ്ലിയിലും ഈ പ്രയാസം വന്നപ്പോൾ റൂൾ 300 പ്രകാരം അസംബ്ലിയിൽ ഞാൻ വ്യക്തമാക്കിയതാണ്. അസംബ്ലിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. ഈ വർഷത്തെ നമ്മളുടെ ജലലഭ്യത കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പകുതിയിൽ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിന്റെ 60% കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് 28% നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലസംഭരണികളിലെ ജലനിരപ്പ് കുറഞ്ഞു. രാജ്യത്തൊട്ടാകെ മഴ കുറഞ്ഞു. അത് വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായിട്ട് ബാധിക്കുന്നു. മഴ കുറയുമ്പോഴത്തെ വേറൊരു അപകടം, മഴ കുറയുന്നതിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗം കൂടും. കൂടുതൽ വീടുകൾ വന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു, കൂടുതൽ എയർ കണ്ടീഷണറുകൾ വന്നു, വീടുപകരണങ്ങൾ വന്നു. അവരെല്ലാം വൈദ്യുതി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഉപയോഗത്തിലെ നിയന്ത്രണം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്ന ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. രാത്രി കാലങ്ങളിൽ ഇസ്തിരി ഇടുന്നത് ഒഴിവാക്കണം. AC സംബന്ധിച്ച്, എയർ കണ്ടീഷണറെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കമ്മിറ്റി വന്നിരുന്നു തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്, കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ എയർ കണ്ടീഷണറിന് 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിശ്ചയിക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ആവശ്യപ്പെട്ടത് 25 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും അത് നിജപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈദ്യുതി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫൊക്കെ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് നമുക്ക് ദീർഘനാളത്തേക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. ആ കരാറ് പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. അതിന്റെ അനന്തരഫലം, അതിന്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. ആ കരാറ് വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കപിൽ സിബലിനെ എൻഗേജ് ചെയ്തുകൊണ്ട് ആ കേസ് നമ്മൾ നടത്തുകയാണ്. നമ്മൾ ആ കേസിൽ കേരളത്തിന്റെ ആവശ്യകത ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പറയും. നമുക്ക് സോളാർ ഉൽപാദനം ധാരാളമായിട്ടുണ്ട്. സോളാർ എനർജി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പകൽ സമയത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പകൽ സമയത്ത് മാത്രമാണ്. രാത്രി കാലങ്ങളിൽ അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ സ്റ്റോറേജ് സംവിധാനം കേരളത്തിലില്ല. പകൽ സമയത്ത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് അതിന്റെ വില 1 പൈസയാണ്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞതാണ്. പകൽ സമയത്തെ വൈദ്യുതിയുടെ വില 1 പൈസയാണെങ്കിൽ രാത്രിക്ക് ആ 1 യൂണിറ്റിന്റെ വില 10 രൂപയാണ്. പകൽ സമയത്ത് 1 പൈസയ്ക്ക് കിട്ടുന്ന സാധനത്തിന് രാത്രിയാകുമ്പോൾ ഉപയോഗം കൂടുന്നു, ഉൽപാദനം കുറയുന്നു. സംഭരിക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് രാത്രിയാകുമ്പോൾ അതിന്റെ വില 10 രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. ആ വില കൊടുത്താലും നമുക്ക് വൈദ്യുതി കിട്ടില്ല. ഇന്ന് KC ജോസഫിന്റെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. എന്തായിരുന്നു? ഫുട്ബോൾ ദിവസങ്ങളിൽ ഇനി ഫൈനലില് എങ്കിലും ആ സമയത്ത് വൈദ്യുതി മുടങ്ങാതെ വരണം എന്ന് പറഞ്ഞു. അതിന് നമ്മൾ നടപടികൾ സ്വീകരിച്ചു.
പകല് നമുക്ക് ആവശ്യമില്ലാത്തതും രാത്രി നമുക്ക് ആവശ്യമുള്ളതുമായ വൈദ്യുതി പകലത്തേക്കും വാങ്ങുകയാണ്. കാരണം വിൽക്കുന്ന സ്റ്റേറ്റുകൾക്ക് രാത്രി മാത്രമായിട്ട് നമുക്ക് തന്നാൽ പകൽ അവർ നഷ്ടപ്പെടുകയാണ്. പകലും രാത്രിയും വാങ്ങാനുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമില്ലെങ്കിലും പകൽ സമയത്ത് നമുക്ക് ആവശ്യമില്ലെങ്കിലും രാത്രി ആവശ്യമായതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് രാത്രിയും പകലും ഒരുപോലെ വില കൊടുത്ത് നമ്മൾ ഞായറാഴ്ചത്തേക്ക് ഫുട്ബോളിന്റെ ദിവസം നമ്മൾ അറേഞ്ച് ചെയ്യണം. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടി ആലോചിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കലാണ്, ഉപയോഗം പരിമിതപ്പെടുത്തലാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കാലം കൊണ്ടോ 2 മാസക്കാലം കൊണ്ടോ സാധ്യമല്ല. UDF ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം 20, 22, 27 ദിവസങ്ങളിലൊക്കെ ആ ഒരാഴ്ചക്കാലം വൈദ്യുതി ക്ഷാമം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ രാത്രി പവർ കട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. മന്ത്രി തന്നെ ഞാൻ നിയമസഭയിൽ പറഞ്ഞതിന് പ്രതിപക്ഷത്തു നിന്ന് പോലും ഒരു ചോദ്യം ചെയ്യലുണ്ടായില്ല. മെയ് മാസത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 18-നാണെങ്കിൽ 10-ാം തീയതിയും 11-ാം തീയതിയും പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതലായിട്ട് വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ വേനൽക്കാലം പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ വൈദ്യുതി കടം വാങ്ങി. മാർച്ച് ഏപ്രിൽ മാസത്തെ വലിയ ചൂടിന് നമുക്ക് ആവശ്യമായ വൈദ്യുതി അന്ന് കടം കിട്ടി. ഒരു കണ്ടീഷൻ എന്തായിരുന്നു? നമുക്ക് ജൂൺ മാസം പകുതിയോടുകൂടി മഴ കിട്ടും, നല്ല മഴ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജൂൺ 15 മുതൽ മടക്കി കൊടുക്കാം എന്ന വ്യവസ്ഥയിലാണ് നമ്മൾ കടം വാങ്ങിയത്. അത് മടക്കി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ബാങ്ക് വായ്പ പോലെ, വ്യക്തിഗത വായ്പ പോലെ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ പോലെ നമുക്ക് അവധി പറയാനോ മടക്കി കൊടുക്കുന്ന നീട്ടിക്കൊണ്ടുപോകാനോ കഴിയില്ല. നമ്മൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും മുൻ ഗവൺമെന്റ് കടം വാങ്ങിയ വൈദ്യുതി നമ്മൾ മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മടക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ പുതിയത് എവിടെ നിന്നെല്ലാം കിട്ടുമോ അധിക വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വൈദ്യുതി വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനായി ഈ ചീമേനി പോലുള്ള പ്രശ്നങ്ങളുടെ അതുകൂടി ആലോചിക്കാം. അതൊരു എന്നോട് LDF-ൽ നിന്ന് തന്നെ അനുകൂലമായി പറഞ്ഞവരുണ്ട്, UDF-ൽ നിന്ന് തന്നെ അനുകൂലമായി പറയാത്തവരുണ്ട്. അപ്പൊ ആലോചിക്കാം. ഈ വഖഫ് ബോർഡ് വിഷയത്തില് കാര്യം